കരിവള്ളൂരിൽ പോലീസുകാരിയെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കത്തി പെരുമ്പാപ്പുഴയിൽ നിന്നും പോലീസും ഫയർഫോഴ്സും ചേർന്ന് കണ്ടെത്തി. പ്രതി രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി. ഇന്നലെ വൈകിട്ടാണ് കരിവള്ളൂർ പലിയേരിക്കോവിലെ ദിവ്യശ്രീ എന്ന പോലീസുകാരിയെ ഭർത്താവ് രാജേഷ് വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. തുടർന്ന് രക്ഷപ്പെട്ട പ്രതിയെ പുതിയ തെരുവിലെ ബാറിൽ വെച്ച് വൈകിട്ട് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് വളപട്ടണം പോലീസ് സ്റ്റേഷനിലും പിന്നീട് പയ്യന്നൂർ സ്റ്റേഷനിലും പ്രതിയെ എത്തിച്ചു. പ്രതിയുടെ അറസ്റ്റ് ഇന്ന് പകൽ രേഖപ്പെടുത്തി. തുടർന്ന് തെളിവെടുപ്പിനായി പ്രതി ആയുധം വാങ്ങിയതായി സംബന്ധിച്ച പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ കടയിലും പിന്നീട് പെട്രോൾ വാങ്ങിയതായി മൊഴി നൽകിയ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിലും എത്തിച്ചു. തുടർന്നാണ് പ്രതി ആയുധം പുഴയിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പപ്പാലത്തിൽ പ്രതിയുമായി പോലീസ് എത്തിയത്. തുടർന്ന് ഫയർഫോഴ്സ് സംഘം പെരുമ്പപ്പുഴയിൽ നടത്തിയ പരിശോധനയിൽ 40 മിനിറ്റ് കൊണ്ട് കൊടുവാളും കണ്ടെടുത്തു. പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ ഓഫീസർ PV പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു 8 പേരടങ്ങുന്ന സ്കൂബ സംഘത്തിന്റെ സാഹസികമായ പരിശോധന. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.